കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു അനുഭവ സാക്ഷ്യം കേട്ട്, അതായത് കുമ്പസാരവും കുർബാനയും ഒന്നും ഇല്ലാത്ത ഒരു മകൻ, അവന് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അവൻ്റെ നടുവ് വിട്ടുപോയി. അതെന്തോ ജോലിക്കിടയിൽ അപകടപ്പെട്ട് വിട്ടുപോയതാണ്. 2 കശേരികൾ വിട്ടുപോയത് കാരണം ഭയങ്കര അസ്ഥിവേദന. ഇപ്പോൾ ഇവൻ്റെ അമ്മ, ഇവനാണ് അവിടുത്തെ ആഹാര സമ്പാദകൻ. ഇവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, വെച്ചാൽ ഇവന് വിശ്വാസമൊന്നുമില്ല, കുറേ നാളായിട്ട് ഇത് തന്നെയാണ് പരിപാടി. പക്ഷേ ഇവൻ പെട്ടുപോയി, ഇവനെ രക്ഷപ്പെട്ടില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവും. ഇവനങ്ങനെ അവന് കുറേ നാളായിട്ട് ഇങ്ങനെ പള്ളിയും പ്രാർത്ഥനയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രത്യേക അവസ്ഥയാണ്. അപ്പം ഇങ്ങനെയുള്ള ആളെ നമ്മൾ ഒറ്റയടിക്ക് പ്രാർത്ഥിച്ചാൽ എനിക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ല. കാര്യം ദൈവത്തോട് മത്സരിച്ചും മറത്തു നിൽക്കുന്ന ആളാണ്. എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം വന്നിരിക്കും. അപ്പം എൻ്റെ മനസ്സിൽ ഒരു കൊച്ചു ബുദ്ധി തോന്നി. അപ്പം തൈക്കാട്ടുശ്ശേരി ഇരിക്കുക, വ്യാഴം വെള്ളി ശനിയൊക്കെ അവിടെയാണ്. അപ്പം ഇതൊരു ദിവസം ശനിയാഴ്ച മറ്റേ സംഭവിച്ചു. അപ്പം ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഇവനെ അൾത്താരയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി. അൾത്താരയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ അവിടുത്തെ സക്രാരി താഴ്ന്നിരിക്കുക, പൊങ്ങിയല്ല. ഞാൻ ഇവനോട് സക്രാരിയുടെ മുമ്പിൽ നിൽക്കാൻ പറയും. അവൻ നിന്ന് ഭയങ്കര വേദനിച്ചിങ്ങനെ ഒരു കണക്കിനാണ് നിന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഈശോനെ തൊടാൻ പറഞ്ഞു, സക്രാരിയെ തൊടാൻ പറഞ്ഞു. എൻ്റെ അമ്മയോട് പറഞ്ഞ് അവർ ആൾക്കാരെ കയറാതെ പുറത്ത് നിൽക്കുക. അവരവിടെ നിന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥന ഒന്നും ചെല്ലിയില്ല. ഇതിനുവേണ്ടി സ്തുതിച്ച് ചെറിയൊരു പ്രാർത്ഥന കഴിഞ്ഞ അവൻ ഒരു കണക്കിന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ആളെ വിട്ടു. പക്ഷേ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ തിരിച്ചു വന്നിട്ട് ഇവൻ ആൾക്കാരെ കയറി സാക്ഷ്യം പറഞ്ഞു. എൻ്റെ സാക്ഷ്യം ഇതാണ്: എൻ്റെ നടുവ് വിട്ട് എനിക്കൊന്നും ചെയ്യാൻ പാടില്ല, ഇരിക്കുമായിരുന്നു. അച്ഛൻ എന്നെ സക്രാരിയിൽ തൊടിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പെട്ടെന്ന് കറണ്ട് അടിക്കണ പോലെ എനിക്ക് 2 അടി എനിക്ക് കിട്ടി. എൻ്റെ എല്ല് നേരെയായെന്ന്. എനിക്ക് നന്നായിട്ട് ഇപ്പം ജോലി ചെയ്യുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മനസ്സിലുടനെ വന്നത് എന്താണെന്നറിയാവോ? അതായത് ഈ ദിവ്യകാരുണ്യത്തിലുള്ള സാന്നിധ്യം നമ്മളുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. അതിൻ്റെ മക്കളത് മനസ്സിലാക്കണം. വേറെ എല്ലായിടത്തെയും സാന്നിധ്യം ആക്ടിവേറ്റ് ചെയ്യണത് നമ്മളുടെ വിശ്വാസത്തിൽ ആണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് ദിവ്യകാരുണ്യത്തിലുള്ള സാന്നിധ്യം നമ്മളുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഈശോ അതിലെ കുടികൊള്ളണത്. നമ്മൾ നിരീശ്വരവാദിയായാലും കുർബാന സാന്നിധ്യത്തിന് മാറ്റമില്ല. നമുക്ക് വിശ്വാസമില്ലെങ്കിലും കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തിന് മാറ്റമില്ല. അതായത് നമ്മളുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ദിവ്യകുർബാനയിലുള്ള കർത്താവിൻ്റെ റിയൽ പ്രസൻസ് വർക്കൗട്ട് ചെയ്യണത്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വയംദാനത്തിൻ്റെ സമ്പൂർണ്ണ സാന്നിധ്യമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, മിശിഹായേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹായേ വരേണമേ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സാവിയോട്ട് സാന്നിധ്യം കൊണ്ടിറക്കണമേ, അവരുടെ ശ്രദ്ധ കൊണ്ടിറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.
ആരാധിച്ചിടുന്നിതാ. സന്തോഷത്തോടെ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആമേൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആമേൻ ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടയ്ക്കുള്ള പാട്ടുകള് 4 വരി മാത്രം പാടിയാൽ മതി. നിങ്ങളെല്ലാവരും വീണ്ടും കർത്താവിൻ്റെ ആരാധ്യമായ സന്നിധാനത്തെ അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതുപോലെയുള്ള പെട്ടെന്നുള്ള ഇൻസ്റ്റന്റ് ഹീലിംഗ് നിങ്ങളാരും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങളാരും ഇത്രയും ഒരു ഇതുപോലുള്ള ഒരു അടയാളവും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് അടയാളം കിട്ടിയെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എൻ്റെ അർത്ഥം. എനിക്ക് നിങ്ങൾക്ക് അടയാളം കിട്ടിയെന്നറിഞ്ഞാൽ അതിനർത്ഥം എന്താ? നമുക്ക് കാണാതെ വിശ്വസിക്കാൻ പറ്റാത്ത ആധ്യാത്മിക പരാധീനതയിൽ വന്ന് പെട്ടുപോയെന്ന് എൻ്റെ അർത്ഥം. കാര്യം സാധാരണ വിശ്വാസി അടയാളം കിട്ടി മേലോട്ട് കയറുമ്പോൾ പ്രവർത്തകര് പ്രേക്ഷിതര് അടയാളം കിട്ടാതെ താഴേക്കാണ് വരുന്നത്. സാധാരണ വിശ്വാസികൾ അടയാളം കിട്ടി മേലോട്ടാണ് കയറുന്നത്. പക്ഷേ കർത്താവിൻ്റെ പ്രവർത്തകര് അടയാളം കിട്ടാണ്ട് ഒരു കാര്യത്തിനും കിട്ടാണ്ട് താഴേക്ക് വന്നേ കാണാം. അതിനിടയ്ക്ക് ഈശോ ചില ചോദ്യങ്ങൾ ചോദിക്കും. എന്നാ ചോദിക്കണത്? എന്നാത്തിനാ നിൽക്കണ, പോകാൻ പാടില്ല എന്ന് ചോദിക്കും. കർത്താവിൻ്റെ മെയിൻ ചോദ്യങ്ങൾ എന്താ? എന്നാത്തിനാ നിൽക്കണത്, പോകാൻ പാടില്ല എന്ന് ചോദിക്കും. ഇട്ടേക്കും പോകാൻ പാടില്ല എന്ന് ചോദിക്കും. അപ്പം നമ്മളുടെ ഓരോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴൊക്കെ ഈശോ അറിയാണ്ട് ചോദിക്കണ ഒരു ചോദ്യമാണ്. എന്നാത്തിനാ പിന്നെയും തൂങ്ങിക്കിട്ട് നിൽക്കണത്? നവീകരണത്തിൽ 10-25 കൊല്ലമായില്ല, എന്നിട്ട് എന്നാ കിട്ടി? ഇടയ്ക്കും പോകാൻ പാടില്ല എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ മെയിൻ ചോദ്യങ്ങൾ ഒന്നാണത്. എന്താണ്? നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? ഈ ചോദ്യമാണ് എല്ലായിടത്തും എപ്പോഴും ഇങ്ങനെ റെക്കർ ചെയ്ത്. നമ്മൾ 6:59 യോഹന്നാന്റെ സുവിശേഷം, അത് കുർബാനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഇപ്പം നമ്മൾ ചില ആൾക്കാർ നമ്മളെ ശരിക്കും ആക്ഷേപിക്കും. എന്താ? പ്രാർത്ഥനയും പരിത്യാഗവും ദൈവപ്രവർത്തനവും പ്രേക്ഷിത ജോലിയൊന്നും ഇല്ലാത്തവരുടെ മക്കള് അടിക്കടി ഭൗതിക ഔന്നത്യത്തിൽ കയറി പോവുകയും നീ കർത്താവിൽ നിന്നും പറഞ്ഞ് കാലക്കെട്ടി വീണ് കിടക്കണവന് ഇതുപോലെയുള്ള ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഒരു ഇരുത്തിയുള്ള മൂളലും മുക്കലും ഒക്കെ വരുമ്പോൾ അതെല്ലാം ദൈവവചനമാണ്. നമ്മുടെ വിശ്വാസത്തിനെതിരെ വരുന്ന മറ്റുള്ളവരുടെ വിമർശനങ്ങളെല്ലാം ദൈവവചനമാണ്. എന്താണ്? നിങ്ങൾക്കും പോണമെന്നുണ്ടോ? നമ്മളോട് ചോദിക്കണമാണത്. അത് ചോദിക്കണത് നിങ്ങളുടെ 56-ാമത്തെ വയസ്സിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയോ എത്തിയിരിക്കണമെന്ന് മനസ്സിലാക്കാം.
കർത്താവുമായിട്ടുള്ള യാത്രയിൽ 56-ാമത്തെ വയസ്സിലും ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻസിൽ കൂടെയാണ് അടയാളമില്ലാതെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ശിഷ്യത്വത്തിൻ്റെ വഴി യാത്രയിൽ കർത്താവിൻ്റെ ഗൃഹം കൈപിടിച്ചുകൊണ്ട് നമ്മൾ എവിടെയോ എത്തിയിരിക്കുന്നു. അതിന് നിങ്ങൾ നന്ദി പറയണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ശിഷ്യത്വത്തിന്റെ വഴി യാത്രയില് അങ്ങയുടെ അടയാളങ്ങള് ഒന്നും കാണാണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രത്യേക തീഷ്ണത തോന്നാതിരിക്കുമ്പോഴും അങ്ങയുടെ സാന്നിധ്യം വിട്ട് വേറെ തിരഞ്ഞെടുപ്പ് ഇല്ല എന്ന് പത്രോസിനെ പോലെ പ്രഖ്യാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ വീശി യേശുവേ ഞങ്ങൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മുടെ പ്രവർത്തകരെ, നമ്മുടെ കുട്ടൻചേട്ടനും മറ്റ് 2 സഹോദരങ്ങളും കുറച്ച് സഹോദരങ്ങളും കൂടി ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയാൻ വേണ്ടി തൈക്കാട്ടുശ്ശേരിയിൽ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒരു പ്രാർത്ഥനാ മൂഡിലായിരുന്നു. പ്രാർത്ഥനയുടെ കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ അവരോട് പറഞ്ഞു, ദൈവം 139-ാം സങ്കീർത്തനമാണല്ലോ ഞങ്ങളുടെ പ്രാർത്ഥന വെച്ചാൽ ഞങ്ങൾ കർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മെസ്സേജ് ആകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ 139-ാം സങ്കീർത്തനം വന്നു. 139-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം വന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് പറയണ എന്താ? നീ നിൽക്കുന്നതും നീ ചരിക്കുന്നതും നീ കിടക്കുന്നതും ഞാൻ അറിയുന്നു എന്ന്. അപ്പൊ നിന്റെ എല്ലാ മൂവ്മെന്റ്സും ഞാൻ ഏത് പ്രവർത്തകനെന്ന നിലയിൽ നീ ഓർക്കും കർത്താവ് ഇതൊന്നും ശ്രദ്ധിക്കണില്ല, എൻ്റെ കാര്യം വല്ലാണ്ടായി എന്നൊക്കെ വിചാരിക്കും. അപ്പൊ അതിനാണ് 130-ാം സങ്കീർത്തനം പറയുന്നത്. കർത്താവ് എല്ലാം മൈന്യൂട്ട് കാര്യം വരെ അറിയുന്നുണ്ട്. എന്നിട്ട് ഒരു ചിന്ത 139-ാം സങ്കീർത്തനം 14-ാം വചനത്തിട്ട് വരുമ്പോ എന്നാ പറയണത്? ഒരു ചിന്ത ഒന്ന് പറഞ്ഞേ. ഒരു ചിന്ത നിന്റെ ഉള്ളിൽ വരുന്ന മുമ്പ് തന്നെ ഞാനത് അറിയുന്നു. അപ്പൊ ഞങ്ങൾ ഈ 4 പേരും കൂടി ഈ വചനം പങ്കുവെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് ഈ വചനത്തെ ലിങ്ക് ചെയ്തുകൊണ്ട് കർത്താവ് വേറെ ഒരു തോമസ് ചേട്ടനുണ്ട്, ഡോക്ടർ തോമസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ വചനത്തെ ലിങ്ക് ചെയ്തുകൊണ്ട് വേറെ വചനം വായിപ്പേ ആ വചനം എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് എനിക്ക് ഒരു പുതിയ അറിവായിരുന്നു. അപ്പം നമ്മളെ എപ്പോഴും ഓർക്കണം, ഈ പ്രവർത്തകര് കൂടുമ്പോ തീർച്ചയായിട്ടും കർത്താവ് നടുക്കുണ്ടാവും. ശുശ്രൂഷകർ കൂടുമ്പോ ആ വചനത്തെ ലിങ്ക് ചെയ്ത് വേറൊരു വചനം വന്നു. എന്താ വചനം വന്നത്? 1 രാജാക്കന്മാര് 19:13 വന്നത്. 1 രാജാക്കന്മാര് 19, 13, 14 വചനങ്ങൾ. എന്താണെന്നറിയാവോ? ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പൊ ലിങ്ക് ചെയ്ത് വന്ന വചനങ്ങളാണ്. അതായത് ഏലിയ നീ ഇവിടെ
എന്ത് ചെയ്യുന്നു? എന്നിട്ട് പരിശുദ്ധാത്മാവ് അന്ന് സംസാരിച്ചത്, നീ നിൽക്കുന്നത് ഞാൻ അറിയുന്നവൻ ദൈവം പറഞ്ഞല്ല. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നുവെന്ന് ചോദിച്ചത്? കാര്യം ഏലിയയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ദൈവത്തിന് അറിയാമല്ലോ. ഏലിയയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അതായത് സങ്കീർത്തനം 139:14 അനുസരിച്ച് കൊണ്ട് ഒരു ചിന്ത നിന്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാൻ അറിയുന്നു. എന്നിട്ട് പിന്നെ എന്തിനാണ് ഏലിയായോട് ചോദിച്ചത്, നീ ഇവിടെ എന്ത് ചെയ്യുന്നുവെന്ന് ചോദിച്ചത്? 1 രാജാക്കന്മാർ 19:13 ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏലിയ എന്നാ മറുപടി പറഞ്ഞത്? 1 രാജാക്കന്മാർ 19:14 ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള പറഞ്ഞേ, ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ എരിയുകയാണ്. ഇത് കർത്താവിന് അറിയാവുന്ന കാര്യമല്ലേ? അവന്റെ ചിന്തയിൽ വരുമ്പോൾ തന്നെ, നമ്മുടെ ചിന്തയിൽ വരുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. പിന്നെ എന്തിനാ പിന്നെ നമ്മളോട് ചോദിക്കണത്? കർത്താവിന് അറിയാമെങ്കിലും പ്രവർത്തകന്റെ തീഷ്ണത അവനോട് തന്നെ ചോദിക്കുമ്പോഴേ അത് ദൈവത്തിന് അത് കേട്ടിട്ട് ആഹ്ലാദമാണ് ഉണ്ടാവുന്നത്. ദൈവവേദനെ നിനക്ക് അടയാളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് എന്താണ് ഏലിയ പറഞ്ഞെന്നറിയാമോ? കർത്താവേ, അങ്ങയുടെ പ്രവാചകന്മാരെ എല്ലാം ജെസബേല് വധിച്ചു, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. എന്താ അന്ന് ഇതൊക്കെ പറയാൻ കാര്യമെന്ന് എനിക്കറിയത്തില്ല. കർത്താവെ, അങ്ങയുടെ പ്രവാചകന്മാരെ എല്ലാം ജെസബേല് വധിച്ചു, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. നവീകരണത്തിന്റെ മേഖലയിൽ നമ്മുടെ കൂടെ സഞ്ചരിച്ച ആൾക്കാരെ എല്ലാം പിശാച് വധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നവീകരണത്തിന്റെ മേഖലയിൽ ദൈവവേദന നീ ഓർക്കണം. നവീകരണത്തിന്റെ മേഖലയിൽ നിന്റെ കൂടെ സഞ്ചരിച്ച പലരെയും പിശാച് വധിച്ചു. അത് പലരിലൂടെ വധിച്ചു. ചിലപ്പോൾ സഭാ അധികാരികളിലൂടെ പോലും വധിക്കാൻ പാടില്ലെന്നില്ല. അവന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ അവന്റെ പ്രവർത്തനങ്ങളെ നിഷിച്ച് സംസാരിക്കുകയോ പള്ളി സമൂഹത്തിനും ഇടവക സമൂഹത്തിനും അവനെ ഒറ്റപ്പെടുത്തുകയോ ചെയ്ത് കഴിയുമ്പോഴേ ജെസബേലിന്റെ വധം തുടരുന്നു. ശരിക്കും കർത്താവെ, അങ്ങനെ പ്രവാചകന്മാരെ എല്ലാം ജെസബേല് വധിച്ചു, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന്. ദൈവവേദനെ ചിലപ്പോഴ് കാലങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിലെ നവീകരണത്തിൽ 35 കൊല്ലം 40 കൊല്ലമൊക്കെ പൂർത്തിയാകുമ്പോൾ ഈ വധങ്ങൾ നിങ്ങൾ കണ്ടതാണ്. നീ ഇപ്പോൾ ഇന്ന് എലിയാവിനെ പോലെ കർത്താവിന്റെ തിരുസന്നിധിയിൽ തീക്ഷ്ണതയോടെ നീ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കർത്താവിന് നിലനിൽപ്പിന്റെ വരം നൽകിയെന്ന് ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഏലിയ നമ്മെ പോലൊരു ഭർത്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഏലിയായുടെ ദിവസത്തെ ആത്മാവിന്റെ അഭിഷേക ശക്തി ഞങ്ങൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏലിയ നമ്മെ പോലൊരു ഭർത്തൻ, കരങ്ങളടിച്ചുകൊണ്ട് എന്നാലും കർത്താവ് ശക്തൻ. ഓ ഏലിയ നമ്മെ പോലൊരു ഭർത്തൻ, എന്നാലും കർത്താവ് ശക്തൻ. സ്വർഗമടയ്ക്കാൻ മഴയകറ്റാൻ മനമുരുകും പ്രാർത്ഥനയ്ക്കായി. ഇടം തുറക്കാൻ മഴ വിതറാൻ മനമുരുകും പ്രാർത്ഥനയ്ക്കായി. ഏലിയ നമ്മെ പോലൊരു ഭർത്തൻ, എന്നാലും കർത്താവ് ശക്തൻ. ഓ ഏലിയ നമ്മെ പോലൊരു ഭർത്തൻ, എന്നാലും കർത്താവ് ശക്തൻ. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് സർവശക്തനെന്നും നമ്മോടൊപ്പം. ചേർന്ന് പാടാം. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം. സർവശക്തനെന്നും നമ്മോടൊപ്പം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. എങ്കിലും ഭൂമിയിലെ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്ന് മൂത്തേടം ബൈബിളും
വിശ്വാസം കണ്ടെത്തുമോ എന്ന് POC ബൈബിളും പറയുന്നുണ്ട്. തൻ്റെ വിഷയം ഒന്നാണ്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് POC ബൈബിളും അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്ന് മുത്തയുടെ ബൈബിളും പറയുന്നത് ഒരേ സബ്ജക്റ്റാണ്. ഇതുപോലെ ഓരോ പരീക്ഷണം കഴിയുമ്പോഴും കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശ്വാസം അവശേഷിക്കണം എന്നാണ്. വിശ്വാസം അവശേഷിക്കണം. ഈ അവശേഷിക്കുന്ന വിശ്വാസം ആണ് ദൈവം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്. മുത്തേടൻ അച്ഛൻ്റെ ബൈബിൾ ഉൾക്കാത്തായി നിന്ന് വന്നതും POC ബൈബിൾ ഗ്രീക്കിൽ നിന്ന് വന്നതും അക്ഷരം ഒന്ന് തന്നെയാണ് പറയണത്. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നു? എല്ലാ പരീക്ഷണവും കഴിയുമ്പോഴും വിശ്വാസം അവശേഷിക്കണം. അവനാണ് കർത്താവിൻ്റെ പ്രവർത്തകൻ. എല്ലാ പരീക്ഷണവും കഴിയുമ്പോഴും പിന്നെയും തീഷ്ണതയോടെ ജ്വലിക്കണം. അവരാണ് കർത്താവിൻ്റെ പ്രേക്ഷിതരെ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കാലങ്ങളിലൂടെയുള്ള എല്ലാ പരീക്ഷകളുടെയും അപ്പുറത്ത് അങ്ങയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി തീഷ്ണതയോടെ ജ്വലിക്കുവാൻ ഓ ആരാധ്യനെ എന്നെ അധിക അഭിഷേകത്താൽ നടക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ ചൈതന്യമേ, ഹല്ലേലൂയ, ദൈവത്തിൻ ചൈതന്യമേ എന്നിൽ വന്നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിന്റെ ശബ്ദം നിറയട്ടെ. കർത്താവേ, അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അധിക കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ ബലം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളില്, ഞങ്ങളുടെ ജീവിതത്തില് നിറയ്ക്കണമേ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. ചേർന്ന് പാടാം. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ചേർന്ന് പാടാം. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജോബ് ദൈവത്തെ പഴിച്ചില്ല, ജോബ് പാപം ചെയ്തില്ല എന്ന് വചനം പറയണത് എപ്പോഴാണ്? ജോബ് ദൈവത്തെ പഴിച്ചില്ല, എന്നിട്ടും ദൈവത്തെ ജോബ് പഴിച്ചില്ല. ജോബിൻ്റെ പുസ്തകത്തിലെ 1:21-22 വചനങ്ങളാണ്. ജോബ് ദൈവത്തെ പഴിച്ചില്ല എന്ന് പറഞ്ഞേ, ജോബ് ദൈവത്തെ പഴിച്ചില്ല, ജോബ് പാപം ചെയ്തില്ല, ജോബ് പാപം ചെയ്തില്ല. ഇതാണ് നമ്മളുടെ ആധ്യാത്മിക ജീവിത പ്രതിസന്ധികളോടുള്ള ഒരു പ്രേക്ഷിതന്റെ അർത്ഥവത്തായ നിലപാട്. ഈടുവെപ്പുള്ള, സുവിശേഷത്തിൻ്റെ ഈടുവെപ്പുള്ളൊരു നിലപാടാണ്. കാര്യം ജോബ് ദൈവത്തെ പഴിച്ചില്ല. ജോബ് 1:21 ജോബ് പാപം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പ്രേക്ഷിതനും സാധാരണ വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയണത്. ജോബ് ദൈവത്തെ പഴിച്ചില്ല, ജോബ് പാപം ചെയ്തില്ല. എപ്പോഴാണ് ദൈവത്തെ പഴിക്കാതിരുന്നത്? ജോബിൻ്റെ മക്കളെ ഇടിവെട്ടുകൊണ്ട് മരിച്ചു, അല്ലേ? അപ്പോൾ ജോബ് ആ ഒരു ദുരന്ത സംഭവത്തോട് ജോബ് പ്രതികരിക്കണേ ഇങ്ങനെയാണ്. എന്നിട്ടും ജോബ് ദൈവത്തെ
പഴിച്ചില്ല. സ്വന്തം ജ്യേഷ്ഠന്റെ വീട്ടിലാണ് മക്കള് വിരുന്നിന് പോയപ്പോഴാണ് കൊടുങ്കാറ്റ് വന്ന് അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞിരച്ച് ഭവനം വീണ് മക്കൾ മരിക്കണത്. ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചിട്ട് കർത്താവിൻ്റെ പ്രേക്ഷിതനെ കുറിച്ച് ബൈബിൾ എന്താ പറയണത്? എങ്ങനെയാണ് അവൻ പ്രേക്ഷിതനായത്? എങ്ങനെയാണ് അവൻ പ്രവർത്തകനായത്? അവൻ ജോബ് ദൈവത്തെ പഴിച്ചില്ല, അതിൻ്റെ പേരിൽ അവൻ പാപം ചെയ്തില്ല. ചില ആൾക്കാർ ഒരു PSC ഒന്ന് തോറ്റാൽ മതി, അല്ലെങ്കിൽ അപ്പം തന്നെ അവർ പള്ളിപ്പോക്കും മുടക്കും, നന്മ പ്രവൃത്തികളെല്ലാം മുടക്കും. എന്നാതിനാ ചെയ്യണമെന്ന് ചോദിക്കും. ഇത്രയും വലിയ ദൈവത്തിനെ വിളിച്ചിട്ടും നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു വലിയ ഇടറവാണല്ല. അപ്പോഴേ ഞാൻ എപ്പോഴും ജോബിനെ കുറിച്ച് ചിന്തിക്കും. എന്നാ സംഭവം എന്നറിയാവോ? അയാളെ 3 കാര്യം ഉടനെ ചെയ്യും. എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ 3 കാര്യം ഉടനെ ചെയ്യും. എന്താ? തലമുണ്ടനം ചെയ്യും. പിന്നെ എന്നാ ചെയ്ത്? വസ്ത്രം വലിച്ചു കീറും. പിന്നെ 3ാമത്തെ എന്താ? സാഷ്ടാംഗം വീഴും. 3 കാര്യമാണ് അയാൾ ചെയ്യണത്. ഒന്ന് തലമുണ്ടനം ചെയ്ത് ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പിന്നെ എന്താ ചെയ്യണത്? എന്തിനങ്ങനെ ചെയ്യണത്? എളിമപ്പെടാൻ വേണ്ടിയാണ് ചെയ്യണത്. അതായത് പ്രവർത്തകരെപ്പോഴും എളിമപ്പെടലിലൂടെ മാത്രമേ ശക്തീകരിക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ജ്ഞാനം എന്ന് പറയണത്. ജ്ഞാനം ഉണ്ടെങ്കിൽ തർക്കം ഉണ്ടാകത്തില്ല. അമ്മ തർക്കിക്കത്തില്ലല്ലോ എന്തെല്ലാം വിഷയം. പാതിരാത്രിക്ക് ചാണാക്കുഴി പെറ്റി കിടന്നിട്ട് ആരോരുമില്ലാതെ, ആരും തിരക്കാനും നോക്കാനില്ലാതെ വഴിയെ പോണ അട്ടടയന്മാർ വന്ന് വൈകിട്ട് നോക്കി എന്നിട്ട് പോകുമ്പോഴും അമ്മയ്ക്ക് അതിനെക്കുറിച്ച് ഒബ്ജക്ഷൻ ഒന്നുമില്ല, തർക്കിക്കത്തില്ല. ഞാൻ അപ്പായുടെ മകനെയാണല്ല ഗർഭം ധരിച്ചത്, അപ്പായുടെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ ഇങ്ങനെ ജീവിച്ചത്. പക്ഷെ എനിക്ക് അപ്പായിൽ പോയിട്ട് ആരുപോലും ഇല്ലാത്തവളായില്ലേ. ഇങ്ങനെ ഒരു തർക്കമില്ല. തർക്കം എന്ന് നമുക്ക് അവസാനിക്കുന്നു അന്ന് നമ്മൾ കർത്താവിൻ്റെ അഭിഷിക്തരാകും. തർക്കമാണ് പ്രശ്നം. തർക്കം എന്തുകൊണ്ടാണ് ഉണ്ടാകണത്? അവൻ തർക്കിച്ചില്ല, ബഹളം വെച്ചില്ല എന്നില്ല. എവിടെയാ നമ്മുടെ 53:7 അവൻ തർക്കിച്ചില്ല, ബഹളം വെച്ചില്ല. എന്നാണ് നമുക്ക് തർക്കം. ഇപ്പൊ നമ്മളെ കുടുംബത്തിലായാലും ശരി, പാകോടമ്പടി ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഓഹരി മാത്രം കുറഞ്ഞിരിക്കും. ഇത്തിരി വെള്ളം അടിക്കണം, കൊട്ടേഷൻ കൊടുക്കുന്ന പാർട്ടിക്കെല്ലാം നിങ്ങളുടെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും നാത്തന്മാരും കുട്ടായസം കണക്കൊക്കെല്ലാം അപ്പന് അത്യാവശ്യം കൊടുക്കും. നിങ്ങൾക്ക് മാത്രം ഉള്ളതെങ്ങനത്തെ അങ്ങായി ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ഓർക്കിത് എൻ്റെ പഴയ പരിപാടിയായിരുന്നു നല്ലത്, എന്നാൽ പിന്നെ അപ്പനൊക്കെ മര്യാദക്ക് എന്നോട് പെരുമാറും. അനീതി ശരിക്കും അനുഭവിക്കും നമ്മളെ പ്രവർത്തകർ എപ്പോഴും മനസ്സിലാക്കണം. എല്ലാ മേഖലയിലും നമുക്ക് കാര്യം മോസസ് അവകാശം പങ്കുവെച്ചു കൊടുത്തപ്പോൾ ലേവായന് കിട്ടിയില്ലല്ലോ, ലേവായന് ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ മോസസ് എന്നാ പറഞ്ഞത്? ലേവായന്റെ ഓഹരി, കർത്തശുശ്രൂഷകന്റെ ഓഹരി കർത്താവ് മാത്രമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്തശുശ്രൂഷകന്റെ ഓഹരി കർത്താവ് മാത്രം. കൈ അടിച്ച് കർത്താവ് കരങ്ങളുയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ഭാരം പ്രയാസങ്ങൾ വന്നിടിലും എല്ലും കുലുങ്ങുകയില്ലായിനി. ചേർന്ന് പാടാം. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും എല്ലും കുലുങ്ങുകയില്ലായിനി. ബുദ്ധിക്കതീതമം നിത്യത്ഭുതങ്ങളും എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമം നിത്യത്ഭുതങ്ങളും എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. പരിശുദ്ധ പരമദിവ്യക്കാരൻ, അപ്പോഴും നിങ്ങളെ തർക്കമില്ല. ഈ തലയിലേക്ക് കയറ്റുമ്പോഴാണ് തർക്കം ഉണ്ടാകുന്നത്. ഹൃദയത്തിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ സംഗ്രഹിക്കും വിഷയങ്ങളെ.
കറുത്ത പ്രവർത്തകർ എപ്പോഴും നോക്കേണ്ട വിഷയമാണ്. തലയിലേക്കാണ് ആ വിഷയം കയറണമെന്നുണ്ടെങ്കിൽ ഗുണദോഷങ്ങളെ കുറിച്ച് തർക്കമുണ്ടാവും. നമ്മൾ ഹൃദയത്തിലേക്കാണ് കയറണമെന്നുണ്ടെങ്കിൽ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചില്ല. തർക്കമില്ലല്ലോ. അഭിഷിക്തരെ, കർത്താവിനെ മാത്രം ഓഹരി പ്രതീക്ഷിക്കുന്നവരെ വിഷയങ്ങളെ ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ വിഷയങ്ങളും അവയുടെ ഗുണദോഷങ്ങളും തലയിലേക്ക് ഉൾക്കൊള്ളാതെ ബുദ്ധിപരമായി ജഡികമായി വിലയിരുത്താതെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുവാൻ ഹൃദയത്തെ സംഗ്രഹിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവേ, ദൈവത്തിന്റെ ശക്തി നിറയ്ക്കണമേ. കർത്താവേ, ഹൃദയം കൊണ്ടെല്ലാം ഉൾക്കൊള്ളാൻ കർത്താവെ ജഡികമായ ബാഹ്യമായ വിലയിരുത്തുള്ള മോചനം നൽകി ഹൃദയത്തെ കൊണ്ട് സ്വീകരിക്കാൻ അഗ്നിനാവായി പതിയണമേ. എല്ലാവരും കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ചേർന്ന് പാടാം. കരം കടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവേ ഞങ്ങളുടെ ജീവിത മേഖലയിൽ തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. എല്ലാവരും തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ. ആത്മാവ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ. ആത്മാവ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ആരാധന
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്തൃ ശുശ്രൂഷകര്, 2 കർത്തൃ ശുശ്രൂഷകർ നമ്മൾ കണ്ടു. ആരൊക്കെ കണ്ടേ? 2 കർത്തൃ ശുശ്രൂഷകരെ ഈ ആരാധനയും നമ്മൾ കണ്ടു. ആരെയും? ജോബിനെയും ഏലിയായെയും കണ്ടു. രണ്ടുപേരുടെ രീതിയിലാണ് തീഷ്ണത കാണിക്കുന്നത്. ഈ തീഷ്ണത എപ്പോഴും നമുക്കറിയാം, ജീവിതത്തിന്റെ വിഷയങ്ങളുടെ മേലുള്ള ഒരു വ്യക്തിയുടെ നിലപാട്, ജീവിത വിഷയങ്ങളുടെ മേലുള്ള വ്യക്തിയുടെ നയം, ജീവിത വിഷയങ്ങളുടെ മേലുള്ള വ്യക്തിയുടെ സമീപനം എല്ലാം കർത്തൃ ശുശ്രൂഷകർക്ക് വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിന് പല രൂപങ്ങളുണ്ട്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ എന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിന്റെ ഫസ്റ്റ് ഡിഗ്രി അല്ല ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിന്റെ ഫസ്റ്റ് ഡിഗ്രി എന്താ? വിശ്വാസം കേൾവിയിൽ നിന്നാണ്. കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ നിന്ന്. അതാണ് ഫസ്റ്റ് ഡിഗ്രി. ഈ ഫസ്റ്റ് ഡിഗ്രിയുടെ കുഴപ്പം സർവൈവ് ചെയ്യത്തില്ല. എന്തെങ്കിലും ഒരു ഹോംവർക്ക്, ജീവിത ഗൃഹപാഠങ്ങൾ വരുമ്പോൾ സർവൈവ് ചെയ്യത്തില്ല, അതിജീവിക്കത്തില്ല. ഫസ്റ്റ് ഡിഗ്രിക്ക് അങ്ങനെ, അത് വെറും ഫസ്റ്റ് ഡിഗ്രി മാത്രമാണ്. അത് സാധാരണ മനുഷ്യർക്ക് ഉള്ളത് ഫസ്റ്റ് ഡിഗ്രിയാണ്. പ്രവർത്തകർക്കുള്ളത് ഏതാണ്ട് 6 ഡിഗ്രി ഉണ്ട് വിശ്വാസത്തിന്. നിങ്ങൾക്ക് ഏത് ഡിഗ്രി വരെ നിങ്ങൾ എത്തിയെന്ന് നിങ്ങൾ ഇപ്പോഴ് ആത്മശോധന ചെയ്യേണ്ടതാണ്. വിശ്വാസത്തിന് വിശുദ്ധ പത്രോസ് 6 ഡിഗ്രി പറയുന്നുണ്ട്. ഗ്രോത്ത് ഇപ്പം നമ്മൾ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് എന്ന് പറയത്തില്ല. അതുപോലെ വിശ്വാസത്തിന് പല ഡിഗ്രികളുണ്ട്. ഇതിൽ ഏത് ഡിഗ്രിയിലാണ് നിങ്ങൾ നിൽക്കണതെന്ന് ചിന്തിക്കണം. കാര്യം നമ്മൾ വളരുകയല്ലേ. വളരുമ്പോൾ ക്ലാസ് കയറ്റം വരുമല്ലോ. ഈ ക്ലാസ് കയറ്റത്തിൽ എവിടെ നിൽക്കുന്നു? അതെങ്ങനെ അറിയാൻ പറ്റണത്? വിശ്വാസത്തിന് അടുത്ത ഘട്ടം എന്താ? 2 പത്രോസ് 1:5. 2 പത്രോസ് 1:5 വിശ്വാസത്തിന്റെ സെക്കൻഡ് ക്ലാസ്. എന്താണത്? വിശ്വാസം. ഇപ്പൊ 1-ാം ക്ലാസ് എന്താ? വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നതാണ്, അല്ലേ? റോമ 10:17 1-ാം ക്ലാസ്. വിശ്വാസം കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന്. 2-ാം ക്ലാസ്സിലേക്ക് വരണതെല്ലാം പൗലോസിന്റെ പുസ്തകത്തിലില്ല, പത്രോസിന്റെ പുസ്തകത്തിലാണ് ഉള്ളത്. എന്നാ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തെ 2 പത്രോസ് 1:5 വിശ്വാസത്തിന്റെ സെക്കൻഡ് ഗ്രേഡ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്താ? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. ഇപ്പൊ ആൽപ്പിച്ചേട്ടനൊക്കെ ഇവിടെ ഇരിക്കണില്ലേ? നിങ്ങൾ നിങ്ങളുടെ രീതികളിൽ സുഹൃതങ്ങൾ ചെയ്യുന്നുണ്ട്. സുഹൃതങ്ങൾ. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത്, സുഹൃതങ്ങളെ എപ്പോഴും നമുക്ക് സൽപ്രവൃത്തിയുമുണ്ട്, സുഹൃതവുമുണ്ട്. നന്മ പ്രവൃത്തികളെ മനുഷ്യ നന്മയെ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ നന്മയെ ലാക്കാക്കിക്കൊണ്ട് മനുഷ്യന്മാർക്ക് അതിൻ്റെ പരിപോഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അത് 2 തരമാണ്. ഒന്ന് സൽപ്രവൃത്തി. അത് പ്രവർത്തകരിൽ നിന്ന് സൽപ്രവൃത്തികളെ കർത്താവ് പ്രതീക്ഷിക്കുന്നില്ല. എന്താ കാര്യം? പ്രതിഫലം മനുഷ്യരിൽ നിന്ന് കിട്ടണതിനാണ് സൽപ്രവൃത്തി എന്ന് പറയണത്. സൽപ്രവൃത്തി ചെയ്യുന്നത് പലരും സൽപ്രവൃത്തി, ഇപ്പൊ ഓരോ ക്ലബുകളൊക്കെ സൽപ്രവൃത്തി ചെയ്യണില്ലേ? അപ്പൊ അത് മത്തായി 6:2 അനുസരിച്ച് ആണ്. എന്താണ്? മനുഷ്യരിൽ നിന്ന് അവർക്ക് പ്രതിഫലം ലഭിക്കും, ഒന്നെങ്കിൽ നല്ല പേരെങ്കിലും ലഭിക്കും. അതുകൊണ്ട് ഈശോ പറയും, നീ ഇടത് കൈ ചെയ്യണത് എന്താണെന്ന് വലത് കൈ അറിയണ്ടെന്ന് പറയും. കാര്യം എന്താ? നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കൃപാവര പ്രവൃത്തികളാണ്, സുഹൃതമാണ്. സുഹൃത സൽപ്രവൃത്തി അല്ല. കൃപാവര പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിച്ചു കഴിഞ്ഞോ? നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കാഹളം മുഴക്കരുത്. അതാണ് 6:3 മത്തായിശ്രീക സുവിശേഷത്തില്. നിങ്ങൾ കാഹളം മുഴക്കരുത്. കാഹളം അവിടെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ പ്രതിഫലം ഈ ഭൂമിയിൽ തന്നെ കിട്ടണതിനാണ് സൽപ്രവൃത്തി. അപ്പൊ ദൈവത്തിന്റെ പ്രതിഫലം ഇല്ല അവിടെ. ദൈവപ്രതിഫലം മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് സുഹൃതമെന്ന് പറയണത്. അപ്പൊ നമുക്ക് അതിനകത്ത്
ഒരു പേരോ പെരുമയോ ഒന്നും കിട്ടത്തില്ല. അതിനാണ് സുഹൃതം. വിശ്വാസം തന്നെയാണത്. വിശ്വാസത്തെ സുഹൃതം കൊണ്ടാണ്. ഇപ്പൊ യാക്കോബ് ഇപ്പൊ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പരിപൂർണമാക്കാൻ പറയുന്നില്ല. അപ്പോഴെപ്പോഴും ഒരു പരിപൂർണതയിലേക്കുള്ള ഒരു നമ്മളുടെ ജീവിതം അടയാളം കണ്ടിട്ട് വിശ്വസിച്ച് സാക്ഷ്യം പറയാതിരിക്കുന്നവരല്ല നമ്മൾ വിശ്വാസത്തിന്റെ പക്വതയിലേക്ക് വളരുകയാണ്. അതുകൊണ്ട് എങ്ങനെ വളരുന്നത്? പരിപൂർണമാക്കാൻ പറയും. അതുകൊണ്ട് യാക്കോബ് 2:22 ഒരു വചനമുണ്ട്. യാക്കോബ് 2:22 എന്നാ പറയണത്? നിങ്ങൾ വിശ്വാസത്തെ അതിന്റെ പ്രവൃത്തികളാൽ പരിപൂർണമാക്കുവിൻ. ഒന്ന് പറഞ്ഞേ, വിശ്വാസത്തെ അതിന്റെ പ്രവൃത്തികളാൽ പരിപൂർണമാക്കുവിൻ. അപ്പൊ വിശ്വാസത്തെ പരിപൂർണമാക്കാനാണ് വിളി. നമ്മളെ ഈ നവീകരണത്തിലേക്ക് നമ്മളെ തമ്മിലെ വിളിച്ചിരിക്കേണ്ട ഉദ്ദേശം എന്താണ്? വിശ്വാസത്തെ പരിപൂർണമാക്കാനാണ് വിളി. വിശ്വാസത്തെ എങ്ങനെ പരിപൂർണമാക്കും? സുഹൃതം കൊണ്ട് പരിപൂർണമാക്കും. പിന്നെ എന്നാ ചെയ്യും? സുഹൃതത്തെ ജ്ഞാനം കൊണ്ട്. എന്തിനാണ് ചെയ്യണതെന്ന് 103-ാം സങ്കീർത്തനമുണ്ട്, 7-ാമത്തെ വചനം. എന്താണ്? എന്തിന് വേണ്ടിയാണ് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നറിയുന്നത്? എന്താണ് ചെയ്യണതെന്ന് അറിയണത് പ്രവൃത്തിയാണ്. പ്രവൃത്തി വിശ്വാസം അറിയേണ്ട കാര്യമില്ല. ദൈവമായ കർത്താവ് ഇസ്രയേലിന് അവന്റെ പ്രവൃത്തികളും മോശയ്ക്ക് അവന്റെ വഴികളും കാണിച്ചു കൊടുത്തതെന്ന് നമ്മൾ വായിക്കണില്ലേ? സങ്കീർത്തനം 103:7. അപ്പൊ ദൈവമായ കർത്താവ് എന്താണ് സംഭവിക്കണതെന്ന് കാണിക്കുന്നതാണ് പ്രവൃത്തി. അപ്പോഴും അത് ജോബിന്റെ അടുത്ത് വന്ന ആൾക്കാരില്ലേ, നിന്റെ മക്കള് കൊടുങ്കാറ്റിൽ വീട് തകർന്ന് മരിച്ചു എന്ന് പറയുന്ന ട്രാജഡി അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രവൃത്തി. ജോബ് മുണ്ടനം ചെയ്തു, തലമുണ്ടനം ചെയ്തു, ഉടനെ വസ്ത്രം കീറി. എന്താ കാര്യം? ജോബിന് ജ്ഞാനമുണ്ട്. എന്താണ്? എന്തിനാണ് സംഭവിച്ചതെന്ന്. അതാണ് ജോബ് 22:23. അവനിത് കണ്ടപ്പോൾ എളിമപ്പെടുത്തി. കർത്താവ് അവനെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ് അവനെ ഇതുപോലെയുള്ള ദുരന്തത്തിലേക്ക് വിട്ടത്. അതാണ് സംഭവം. ജ്ഞാനം. ജോബിന് ജ്ഞാനം കിട്ടിയതുകൊണ്ടാണ് മുട്ടടിച്ചത്. ജോബിന് ജ്ഞാനം കിട്ടിയതുകൊണ്ടാണ് ഉടുപ്പ് വലിച്ചു കയറിയത്. എന്താണ്? കർത്താവേ, നീ തന്നെ വലിയവൻ, എല്ലാം നിന്റെ മുന്നിലാണ്, നിന്റെ ഇഷ്ടത്തിന് അറ്റം വരെ ഞാൻ സമർപ്പിതനാകും. അതാണ് ജോബ് കർത്താവിനെ പഴിച്ചില്ല എന്ന് പറയണതിന്റെ കാര്യം. അപ്പൊ വിശ്വാസത്തെ സുഹൃതം കൊണ്ട്, സുഹൃതത്തെ എന്താണ്? ജ്ഞാനം കൊണ്ടും. എന്നുവെച്ചാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് സംഭവിച്ചു എന്നുള്ള പ്രവൃത്തി എന്തിനു വേണ്ടി സംഭവിച്ചു എന്നുള്ളത് ആണ് ജ്ഞാനം. ജോബിന് മനസ്സിലായി എന്തിനാണ് സംഭവിച്ചതെന്നാണ് ജോബിനോട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തവർ പറയുന്നത്. എന്തിനാണ് സംഭവിച്ചതെന്ന് ജോബ് തന്നെത്താൻ മനസ്സിലാക്കിയിട്ടാണ്. എന്തിനാണ്? കർത്താവ് ജോബ് 22:23 എന്താണ് പറയണത്? കർത്താവ് എന്നെ എളിമപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചുവെന്ന്. അപ്പൊ ഞാൻ കർത്താവിലേക്ക് തിരിച്ചു വരുന്നു. കർത്താവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് സകല സാഹചര്യം ഉണ്ടായതെന്നാണ് ജോബ് മനസ്സിലാക്കിയത്. എന്തിനാണത്? എളിമപ്പെടുത്താൻ. അതിപ്പോ ഈ ജോബിന്റെ വിഷയം മാത്രമല്ല, നമ്മൾ നിയമാവർത്തനം 8:3 വായിക്കുമ്പോഴും അവിടുന്ന് നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ചത് നിങ്ങളെ എളിമപ്പെടുത്താനും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ് അവൻ ജീവിക്കണമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ദൈവവേദന മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങളെ ദൈവത്തിന്റെ വചനം കൊണ്ട് മനസ്സിലാക്കണമെന്നാണ് സാഹചര്യത്തിന്റെ സമ്മർദ്ദവും സകലത്തിന്റെ പാഠവും നമ്മളെ പഠിപ്പിക്കുന്നത്. കൈയടിച്ച് കർത്താൻ കരകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, യേശുവേ, സ്തുതിച്ച് എന്നെ തേടി നീ വന്നു. മിശിഹായി, നിന്റെ സാന്നിധ്യവും നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ വീശി ആരാധന, ആരാധന.
സ്തുതിയും ആരാധനയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ, വിശ്വാസത്തെ സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ, ജ്ഞാനത്തെ ആത്മസമീപനം കൊണ്ടോ, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടോ. ജോബ് മുട്ടടിച്ച എന്തിനാണ്? ആത്മസമയം ആശയടക്കത്തിന്റെ ഭാഗമാണ്. വസ്തംഗീറി എന്താ? അതും ആശയടക്കത്തിന്റെ ഭാഗമാണ്. എന്തെങ്കിലും കയ്യിൽ നിന്ന് വിട്ടുപോണെന്ന് കാണുമ്പോൾ നമ്മൾ ഉടനെ ഉദ്ദേശിക്കണത് എന്താണ്? ആശയടക്കം വരണം, ആശയടക്കം വരണം. എന്താണ് ആശയടക്കം? വിശ്വാസ വളർച്ചയുടെ ഭാഗമാണ്. കർത്താവ് നമ്മുടെ വിശ്വാസത്തെ, അതുകൊണ്ട് ഒരിക്കലും മക്കളെ പഴയതുപോലെ ഒരിക്കലും ഇരിക്കത്തില്ല. നിങ്ങൾ ഒരിക്കലും, നമ്മളെ പല ആൾക്കാരും പ്രാർത്ഥിക്കണത് എന്താ? നമുക്ക് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കണത്. പല ആൾക്കാരും പ്രാർത്ഥിക്കണത് എന്താണ്? എങ്ങനെയെങ്കിലും ഒന്ന് തട്ടുമുട്ടി കഴിഞ്ഞുകൂടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓർക്കുക, പ്രവർത്തകർക്ക് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. അത് സാധാരണ മനുഷ്യർ അങ്ങനെയാണ്. ഇതിങ്ങനെ ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വളരണ കാരണം വളരെ വിജിലന്റ് ആയിരിക്കണം, വളരെ വിജിലന്റ്. എവിടുന്നും ആരിൽ നിന്നും എന്തും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആത്മധൈര്യം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെങ്ങനെ വരണതാ? റോമ 5:5 അനുസരിച്ച് വരണതാ. എന്നാ? കഷ്ടത, സഹനശീലവും, സഹനശീലം, ആത്മധൈര്യവും. ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമുക്ക് പട്ടി വരുന്നു, നമ്മുടെ കയ്യിലൊരു വടി ഇരിക്കുന്നു, ഇപ്പൊ വടിയാണ് നമ്മുടെ ആത്മധൈര്യം, ഇല്ലേ? അതുപോലെ അല്ല ദൈവത്തിലെ ആത്മധൈര്യം. പുറത്തായിരിക്കും, അകത്തായിരിക്കും. മനുഷ്യന്മാർ പറയുന്ന എല്ലാ ആത്മധൈര്യങ്ങളും പുറത്തായിരിക്കും. ഇപ്പൊ നമ്മുടെ ഗേറ്റ് കീപ്പറുണ്ട്, ഇപ്പൊ നമ്മുടെ ആത്മധൈര്യമാണ് എന്താണ്? കള്ളന്മാർ വരികയാണെങ്കിൽ അയാൾ അറിയുമില്ല എന്നുള്ള ആത്മധൈര്യം. മനുഷ്യന്മാർ ഭൗതിക ആത്മധൈര്യങ്ങളെല്ലാം വ്യക്തിക്ക് പുറത്തായിരിക്കും. ആധ്യാത്മിക ആത്മധൈര്യങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിക്കുള്ളിലായിരിക്കും. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്താ? എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്. എന്ത് സംഭവിച്ചാലും കർത്താവ് എന്നെ സംരക്ഷിക്കും, എന്നെ നിലനിർത്തും. ആ പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താ? കഷ്ടത സഹനശീലവുമാണ്. സഹനശീലങ്ങളിലെ റെക്കോർഡ് ചെയ്ത് പറഞ്ഞ ശീലം എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റഡ് ആക്ഷൻ, ഹാബിറ്റ്. ശീലം എന്താണത്? ഹാബിറ്റ് ഇറ്റ് ഇസ് റിപ്പീറ്റഡ് ആക്ഷൻ. ഒരിക്കൽ മാത്രം ഒറ്റപ്പെട്ട സഹനം ഉണ്ടായ ശീലം ഉണ്ടാകത്തില്ല. സഹനം ഭാര്യയിൽ നിന്ന് കിട്ടി, ഭർത്താവിൽ നിന്ന് കിട്ടി, മക്കളിൽ നിന്ന് കിട്ടി, അയൽവാസിയിൽ നിന്ന് കിട്ടി, പ്രവർത്തകരിൽ നിന്ന് കിട്ടി. ഇങ്ങനെ ശീലമായി വരും. ശീലമായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കാൽച്ചോട്ടിലെ മണ്ണ് ഊർന്നു പോണ കാണുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടത്തില്ല. പിടുത്തം കിട്ടിയാൽ തന്നെ വാഴപ്പിണ്ടിയായിരിക്കും. പക്ഷെ പിടിക്കണ ആരിലാണ്? ഹോൾഡ് ഫാസ്റ്റ് ചെയ്യണ ആരിലാണ്? കർത്താവിൽ തന്നെ ഹോൾഡ് ഫാസ്റ്റ് ചെയ്യും. നമ്മൾ സുഹൃതത്തിൽ തന്നെ മുന്നേറും, ആശ അടക്കത്തോടെ മുന്നേറും. ആശ അടക്കത്തിൽ നമ്മൾ നേരെ ഇതിലേക്ക് വരും, ക്ഷമയിലേക്ക് വരും. എന്താണ് ക്ഷമ? പത്രോസ് പറയണ 2 പത്രോസ് 1:5 പറഞ്ഞ ക്ഷമ എന്താ? സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്നാ? സഹിക്കുന്ന, നമുക്ക് നഷ്ടമാ. ഇപ്പൊ ഒരുത്തൻ ടിവിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്, അവനോട് നമ്മ പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്, അവനോട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് അവന് ഓഫ് ചെയ്യണില്ല. ചിലപ്പോൾ സ്വന്തം ആങ്ങളായിരിക്കും, ചിലപ്പോൾ അയൽവാസിയായിരിക്കും. എനിവേ അവനത് നമുക്കത് സഹനത്തിലാണ്. ഈ സഹനത്തെ കർത്താവിൻ്റെ അക്കൗണ്ടിലൂടെ നമ്മൾ ചേർത്ത് കെട്ടിയെടുക്കും. ഇപ്പം നമ്മൾ ഒരു പത്തല് വീഴാൻ പോവുകയാണ്. പത്തല് വീഴാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കെട്ടിയിട്ട് പിന്നെ അടുത്തുള്ള തെങ്ങെ കൂടി ചേർത്ത് കെട്ടും. എന്തിനാണ്? തെങ്ങിന്റെ ബലം ആ കെട്ടിന് കിട്ടാൻ വേണ്ടിയാണ്. നമ്മളുടെ സഹനത്തെ കർത്താവിന്റെ സഹനത്തോട് ചേർത്ത് കെട്ടിയെടുക്കും. അപ്പോൾ എന്താ? കർത്താവിന്റെ സഹനം 1 കൊറിന്തോസ് 1 കൊളോസ്യൻസ് 1:24 വർക്കൗട്ട് ചെയ്യും. എന്താ? കർത്താവിന്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കുന്നു. അതാണ് ക്ഷമയായിട്ട് വർക്കൗട്ട് ചെയ്യണത്. നമ്മുടെ സഹനത്തെ കർത്താവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കർത്താവിന്റെ നാമത്തിലാക്കി കഴിയുമ്പോൾ ആണ് സഹിക്കുന്ന സ്നേഹം ഉണ്ടാകുന്നത്. സഹിക്കുന്ന സ്നേഹം ചുമ്മാ ഇരുന്ന് സഹിച്ചു കൊടുക്കണമല്ല, യേശുക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സഹിക്കുമ്പോഴാണ് ക്ഷമ എന്ന് പറയണത്. ക്ഷമിക്കാനുള്ള വകുപ്പില്ല. കാരണം ക്ഷമിച്ചാലും നമുക്കുള്ള എന്താണ്? സഹനം തന്നെയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ പറയും ഇതൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ ക്ഷമിച്ചാൽ വേറെ ആൾക്കാർക്ക് ഇതിനേക്കാൾ വലിയ പാരയും. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിനെ കൂട്ടിയെടുത്തിട്ട് ആ സഹനം കർത്താവ് 1 കൊളോസ്യൻസ് 1:24 അനുസരിച്ച് കൊണ്ട് കർത്താവിന്റെ പീഡാനുഭവം വരുന്ന പോരായ്മയായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ സഹിക്കുന്നു. അതിനാണ് സഹിക്കുന്ന. അത് ലക്ഷ്യമെന്താ? സ്നേഹമാണ്. സ്നേഹത്തോടെ സഹിക്കുന്നതിനാണ്. വെറുപ്പോടെ സഹിക്കാൻ നമുക്ക് ഇല്ലേ? നാട്ടിനോടായാലും നാട്ടുകാരോടായാലും
വെറുപ്പോടെ സഹിക്കാം. അത് കർത്താവ് ഏറ്റെടുക്കുന്ന സഹനമല്ല. സ്നേഹത്തോടെ സഹിക്കുമ്പോഴും ഈ സഹനം ഉണ്ടാക്കിയ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളിൽ ജീവിക്കും. സഹിക്കുമ്പോഴും ഈ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിലാണെങ്കിൽ അതുവഴി കർത്താവ് നമ്മളിൽ ജീവിക്കും. അപ്പൊ കർത്താവിനെ നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി സഹിപ്പിക്കുന്ന വ്യക്തിയോട് നമ്മൾ സ്നേഹത്തോടെയാണ് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഉടനെ ഈശോയിൽ വളരും. അത് വിശ്വാസ വളർച്ച തന്നെയാണ്. സുഹൃത്തത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആശയടക്കം കൊണ്ടും ആശയടക്കത്തെ ക്ഷമ കൊണ്ടും എന്ന് പറയുമ്പോൾ ക്ഷമ സഹിക്കുന്ന സ്നേഹമാണ്. അതുവഴി എന്താ ഈശോയാണ് നമ്മൾ വളരണത്. അങ്ങനെ വരുമ്പോൾ നീ ദൈവപൈതലായിട്ട് പൂർണ്ണതയിലേക്ക് വരികയാണ്. നീ നവീകരണം എന്ത് നമുക്ക് തന്നു എന്ന് ചോദിച്ചാൽ എന്ത് നമ്മളെ ആക്കി എന്നാണ് അറിയേണ്ടത്. നവീകരണം എന്ത് നമുക്ക് തന്നു എന്ന് ചോദിച്ചാൽ നവീകരണം എന്ത് നമ്മളെ ആക്കി. ജീവിത പ്രശ്നങ്ങളിൽ നമ്മുടെ നിലപാടെന്താണ്, സമീപനം എന്താണ്, വിശ്വാസത്തിന്റെ ഏത് ഡിഗ്രി വരെ നമ്മൾ അനുഭവത്തിൽ നിന്ന് വളർന്നു. അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നതെന്ന് കർത്താവിന്റെ വചനം നടപടി 17:25 പറയുന്നുണ്ട്. അവിടുന്ന് ഓരോ കാലം കൽപ്പിച്ച് എന്തിനാണ്? അതെല്ലാം സ്വന്തം അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പൊ ദൈവം സ്വന്തം അനുഭവത്തിലൂടെ നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ വിശ്വാസത്തിലൂടെയാണ് അത് കൂടുതലായിട്ട് കണ്ടെത്തുന്നത്. ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പൂർണ്ണമാക്കാൻ. ഈ ധ്യാനം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ സുവിശേഷ സാക്ഷീകരണത്തിലെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലെ എത്താൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവരും മുട്ട നിൽക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആധ്യാത്മിക നവീകരണത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. നിലനിൽക്കുന്നവരെ ഫലം കായ്ക്കുന്നവരെ കൂടുതൽ ഫലം കായ്ക്കാൻ വെട്ടിയൊരുക്കുന്ന ദൈവമേ, ജീവിത അനുഭവങ്ങളിലൂടെ വിശ്വാസത്തിന്റെ വ്യത്യസ്ത പടികളിലേക്ക് ഉയർന്നു കയറി കർത്താവിന്റെ നിത്യമഹത്വം ചൂടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് തീപോലെ ഉയരണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും ദാനങ്ങളാലും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. കരങ്ങളുയരട്ടെ, സ്തുതിക്കട്ടെ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കുക. കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ജീവിത മേഖലകളെ ഈശോ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് ആശീർവദിക്കുന്നു. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു. അനുഗ്രഹം ചൊരിയുന്ന ദൈവം, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, കടലിൽ വീണുന്ന ദൈവം, നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ കർത്താവ് ശക്തിപ്പെടുത്തുകയാണ്. വചനാഭിഷേകത്താൽ കർത്താവ് ഓരോ പ്രേക്ഷിതനെയും ആശീർവദിക്കുകയാണ്. ഓരോ പ്രേക്ഷിതന്റെയും കുടുംബങ്ങളെ, അവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ ഏറ്റെടുക്കുന്നു. പ്രേക്ഷിത രോഗ വിവരങ്ങള്, വിഷമതകള്, സങ്കടങ്ങള്, മക്കളുടെ വിദ്യാഭ്യാസം, കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥകൾ, ദരിദ്രത്തിന്റെ അവസ്ഥകള്, ഇതൊക്കെ നാം ആശീർവദിക്കുകയാണ്. അനുഗ്രഹം